ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും നല്ല അടിപൊളിയായിട്ടിരിക്കുകയല്ലേ? ഫുഡൊക്കെ കഴിച്ച് നല്ല ഹെൽത്തി ആയിട്ട്. ഫുഡൊക്കെ കഴിച്ചിട്ടെന്ന് പറയുമ്പോഴാണ് കേട്ടോ, ഞാൻ റീസെൻ്റ് ആയിട്ടൊരു വീഡിയോ കണ്ടിരുന്നു. ഒരു എത്യോപ്യൻ ലേഡി, അവർക്ക് ഒരു 26 വയസ്സുണ്ട്. അവർ 16 ഇയേഴ്സ് 16 വർഷമായിട്ട് ഒരു തരി വെള്ളം കുടിക്കാതെ, ഒരു തരി പോലും ഫുഡ് കഴിക്കാതെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ബാത്റൂം യൂസ് ഒന്നുമില്ല, അങ്ങനെയൊക്കെയാണ് അവർ പറയുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് ആളുകളൊക്കെ ഇതിൻ്റെ പിന്നാലെ പോയിട്ടുണ്ട്. പിന്നെ ഇവരെ ബോഡി ടെസ്റ്റ് ചെയ്തു ഡോക്ടേഴ്സ്, UAE കൊണ്ടുവന്നിട്ട് ഇവരുടെ ബോഡിയിൽ ടെസ്റ്റ് ചെയ്തപ്പോൾ ഫുഡിൻ്റെ ഒരു അംശം പോലും ഇവരുടെ ബോഡിയിൽ ഇല്ല എന്നവർ പറയുന്നത് കേട്ടോ. ബട്ട് സ്റ്റിൽ അവർ ഭയങ്കര ഹെൽത്തി ആയിട്ടിരിക്കണേ. അതെങ്ങനെയാണ് ഇങ്ങനെ സംഭവിക്കണതെന്ന് അറിയില്ല. ബട്ട് ദാറ്റ് ന്യൂസ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ്. ഞാനത് കുറേ നേരം തിരിച്ചും മറിച്ചൊക്കെ നോക്കി, അതുപോലെ തന്നെ അതിൻ്റെ ബാക്കി തുമ്പും പോലൊക്കെ അന്വേഷിച്ച് പോയിട്ടുണ്ടായിരുന്നു. ശരിക്കും ഫുഡൊക്കെ കഴിക്കാതെ എങ്ങനെയല്ല ജീവിക്കാൻ പറ്റുക? ഈ വീഡിയോയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ ഒരു ദിവസം ഫുഡ് ലാൻഡ്സ് റെസ്റ്റോറൻറ്റിൽ പോയിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. നമ്മുടെ മസ്കറ്റിൽ വെച്ച് വൺ ഓഫ് ദി ബെസ്റ്റ് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ആണ്. നല്ല തിരക്കുണ്ടായിരുന്നു, അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ടൈമും എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഫുഡ് വരാൻ വേണ്ടിയിട്ട്. പക്ഷെ ഫുഡൊക്കെ നല്ല ടേസ്റ്റി ആയിരുന്നു, പിന്നെ നല്ല ഹൈജീനിക് ആയിരുന്നു. നമ്മൾ ആദ്യം ഒരു മാൻചോ ചിക്കൻ സൂപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു കിഴിപ്പൊറോട്ട പറഞ്ഞിട്ടുണ്ടായി. കിഴിപ്പൊറോട്ടയിൽ കുറച്ച് മസാല കൂടുതലായിരുന്നു, ബട്ട് ഇറ്റ് വാസ് വെരി ടേസ്റ്റി. നമ്മൾ അത് കഴിച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ടൈമിൽ നമ്മൾ അടുത്ത ഐറ്റം മെനുവിൽ നോക്കിയപ്പോൾ സിസ്ലർ കണ്ടു. അപ്പം ഞാൻ ഇതുവരെ സിസ്ലർ ട്രൈ ചെയ്തിട്ടില്ല, സോ നമുക്ക് അതായിരിക്കാം അടുത്ത ഐറ്റം എന്ന് പറഞ്ഞ് നമ്മൾ അത് ഓർഡർ ചെയ്തു. പക്ഷെ അത് വരാൻ ഏകദേശം 45 മിനിറ്റ്സിനടുത്ത് എടുത്തു കേട്ടോ. പക്ഷേ സംഭവം അടിപൊളിയായിരുന്നു. സ്പെഷ്യലി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ സോർട്ടഡ് വെജിറ്റബിൾസ് ആയിരുന്നു. ചിക്കനും അടിപൊളിയായിരുന്നു. പിന്നെ നമ്മളൊരു മിറണ്ടയും കൂടെ കഴിച്ച് നമ്മളുടെ ദിവസം അവസാനിപ്പിച്ചു. സോ ഫുഡ് കഴിക്കാണ്ടിരിക്കുന്ന ദിവസത്തിനെ പറ്റി നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുമോ?